നമ്മളിപ്പോൾ ജപ്പാനിലെ കാര്യം അല്ലെങ്കിൽ ചില യൂറോപ്യൻ കൺട്രീസിന്റെ കേസൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെയൊക്കെ യങ്ങർ ജനറേഷൻ ദേ ആർ റിലക്ടന്റ് ടു ഗെറ്റ് പ്രഗ്നന്റ്. അതേപോലെ ഈവൻ ചൈനയിലും ആ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് സ്റ്റഡീസ് ഒക്കെ കാണുന്നുണ്ട്. ഡസ് ദാറ്റ് കൺസേൺസ് യു ഇൻ എനി വേ ബിസിനസിന്റെ സ്കെയിലിംഗ് അപ്പിനെ പറ്റി? ഇതൊരു ട്രെൻഡാണ് ശരിക്കും. നോർമലി എന്താ പറയാ, ഇത് ഓരോ കാലഘട്ടത്തിന്റെ ട്രെൻഡാണ്. ഇതിനകത്ത് നിന്ന് മാറി, കാരണം ഇത് കുട്ടികളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് സമൂഹം വരുന്ന സമയത്ത് നോർമലി ഒന്ന് റൂളേഴ്സ്, ഇപ്പൊ തന്നെ ചൈന തന്നെ ആദ്യം ഒരു കുട്ടി മതി എന്ന് പറഞ്ഞു, കുട്ടികൾ ഇല്ലാത്തവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം എന്ത് ചെയ്തു, ചൈന തന്നെ നിങ്ങൾക്ക് 2 കുട്ടികളുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി, 3 കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി. അതുപോലെ ഇപ്പം പല മതങ്ങളും ഇതുപോലെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുട്ടികൾ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് ഞങ്ങൾ തരാം, സ്കൂളിൽ പഠിക്കാൻ ആ ലെവലിൽ ആളുകൾ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ട്രെൻഡാണ്. ഈ ട്രെൻഡിന് ഒരു അവസാനമുണ്ട്. അത് കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് റേറ്റ് അതുപോലുള്ള കൺട്രി കുറഞ്ഞെങ്കിലും ഇന്ത്യയിലെ ഗ്രോത്ത് റേറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ചൈനയെ കഴിഞ്ഞ 1 വർഷം 1.5 വർഷം മുമ്പ് ചൈനയെ നമ്മൾ ഓവർകം ചെയ്തു. ഇന്ത്യയുടെ കാരണം നമ്മൾ എഡ്യൂക്കേഷൻ, നമ്മൾ കേരളം മാത്രം അല്ലെങ്കിൽ നമ്മൾ സൗത്ത് ഇന്ത്യ മാത്രം കണ്ടിട്ട് കാര്യമില്ല.